അങ്ങനെ 2 ദിവസം നമ്മൾ ആ റൂമിൽ നിന്ന്, 3-ാമത്തെ ദിവസം മിംസിൽ നിന്ന്, 4-ാമത്തെ ദിവസം ഈവനിങ്, അതായത് ഒരു 7 മണി, രാത്രി 7 മണിയാണ് കേട്ടോ ഇത് ടൈം. ഓക്കെ, നമ്മൾ എണീച്ച് ഞങ്ങൾക്ക് ആകെ കുറച്ച് സമയമുള്ളത്. രാത്രി നന്നേ ആവുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും ആ റൂമിൽ നിന്ന് ഇറങ്ങണം. ഇതുവരെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ വിട്ടുപോയൊരു ഡീറ്റെയിലും കൂടി പറഞ്ഞുതരാം. ഈ റൂമിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ ബെഡിലിരുന്നാൽ നേരെ കർട്ടൻ്റെ അടുത്ത് തന്നെ ഒരു മരത്തിന്റെ അലമാര. കട്ടിന്റെ ലെഫ്റ്റ് സൈഡിലാണ് മരത്തിന്റെ അലമാര ഉള്ളത്. റൈറ്റ് സൈഡിൽ ചുമരിൽ ഒരു കപ്പിൾ ഫോട്ടോ ഉണ്ട്, അതായത് വരച്ചിട്ടുള്ള ഒരു കപ്പിൾ ഫോട്ടോ ഉണ്ട്. ഒരാണും ഒരു പെണ്ണും, നല്ല ഭംഗിയുള്ള കണ്ണൊക്കെ ഉള്ള ഒരു പെണ്ണ്, പിന്നെ ഒരു ആണും. നമ്മളിങ്ങനെ ആദ്യം റൂം കണ്ട സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ആരെ നോക്കി വരച്ച പോലെയല്ലേ, അതായത് നമുക്ക് കണ്ടാൽ തോന്നും ഡെലുലു പിക്ചർ അല്ല, ഇത് വെറുതെ വരച്ചല്ല, ആരെയും നോക്കിയിട്ട് വരച്ച പോലെ നമുക്ക് തോന്നും. ഫസ്റ്റ് ഇവളിങ്ങനെ കിടക്കുന്ന, ഞാനിങ്ങനെ ബെഡിലിരിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഈ ലേഡീന്റെ മുഖത്തേക്ക് നോക്കും, ഇവളുടെ മുഖത്തേക്ക് നോക്കും. അങ്ങനെയാണ് ഞാനൊന്ന് നേരം വെപ്പിച്ചിരിക്കണേ. ലൈക്ക് നമുക്കിങ്ങനെ കുറേ അസംഷൻസ് വരുമല്ലോ. വാട്ട് ഇഫ് ഇവർക്ക് വേറെ മകളുണ്ടോ, ഇനി ആ മകളാണ് ഈ മകള്, ആ മകളാണോ മരിച്ചത്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നേ. ഓക്കെ, ബാക്ക് ടു സീൻ. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഇക്കാര്യം പറഞ്ഞ്, അതായത് ഇവിടെ ഒരാൾ മരിച്ചാണ്, ആൻറ്റി ഇത് പറഞ്ഞു എന്നുള്ളത് പറഞ്ഞ്. തലേന്ന് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ ഇവരെല്ലാം ഞങ്ങളെ പുച്ഛിച്ച് വിടാൻ കാരണം എന്താ വെച്ചാൽ, വി ഹാവ് എ ഹിസ്റ്ററി ഓഫ് ഏത് റൂം കണ്ടാലും ഞങ്ങൾക്ക് പറ്റൂല. കുറേ റൂം പോയി നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു റൂം ഞങ്ങൾക്ക് പറ്റുന്നത്. അപ്പോൾ ഒരെല്ലാം പറഞ്ഞ് ഈ റൂം അവർക്ക് പറ്റണില്ല, ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം, അതിന് ഓരോ കാരണം ഉണ്ടാക്കി തുടങ്ങി, റയർ കഥ, കള്ളക്കഥ എന്നെല്ലാം പറഞ്ഞ് ഫുൾ അങ്ങനെ പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ രഹനേൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്താക്കി, ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിനെ, ഞങ്ങളെ കസിനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ താഴെ ചെന്നാണ്ട് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, ഹോം സിക്നെസ് ആണെന്നുള്ള പോലെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഏലേക്ക് വീട്ടുകാർ വന്നോളും, ഞങ്ങൾ പോകുന്നാണെന്ന് പറഞ്ഞു. അവിടെ ആൻറ്റി ഫുൾ പ്രശ്നം. ആൻറ്റി ഇതുവരെയുള്ള ആൻറ്റി ഗംഗയാണ്. ആൻറ്റീൻ്റെ ഉള്ളിലെ ഗംഗ മാറി നാഗവല്ലിയായി. ആൻറ്റി ഫുൾ പ്രശ്നം. എൻ്റെ വീട്ടിലാവുമ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കണം, അല്ലാണ്ട് പോയി വരവൊന്നും നടക്കൂല. അങ്ങനെ ഇങ്ങനെ കുറേ പറഞ്ഞ് നമ്മളെന്താക്കി കസിനെ പ്രസൻറ്റ് ചെയ്ത്. ഇവനക്ക് നല്ല സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ആൻറ്റി ഒന്ന് ഒതുങ്ങി. നമ്മൾ ഇറങ്ങി. അന്ന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ റൂമിൽ നിന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ആൻറ്റിയുടെ മുഖമൊക്കെ മാറിയിരിക്കുന്നു. ആൻറ്റി ആകെ പ്രശ്നമാക്കി. കുറേ ചീത്ത പറഞ്ഞു എടുത്ത് പറഞ്ഞ് ആൻറ്റി അന്ന് നാട്ടിലെ ഭയങ്കര എന്തോ ആണ്, ഇത് എല്ലാ പോസ്റ്ററിലും തലയെല്ലാം ഉണ്ട്, അപ്പം എന്തോ ആണ്. എന്നിട്ട് അതെല്ലാം പറഞ്ഞു എനിക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അത് നമ്മൾ വെക്കേറ്റ് ആവുന്നതാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ വർത്തമാനങ്ങൾ പറഞ്ഞ്. അതിൻ്റെ ഇടയിൽ ആൻറ്റി പറയുകയാണ് ആ റൂമിൽ ആര് വന്നാലും അങ്ങനെ തന്നെ, കുറേ ദിവസം നിൽക്കൂല, എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് പറഞ്ഞതും ലൈക്ക് ബാക്കി കുറേ നമ്മൾ ചീത്ത നിൽക്കുന്നത് അതെല്ലാം കേൾക്കുന്നേക്കാൾ ഇതങ്ങ് കേട്ടതും ഞങ്ങൾ പിന്നെയും രോമാഞ്ചം നോട്ടം. നമുക്ക് ലൈക്ക് നമ്മൾ അസംഷൻസ് എല്ലാം കറക്റ്റായി വരികയാണ്. ശരിക്കും ആ റൂമിന് പ്രശ്നമുണ്ട്. ഇത്രയായി നമ്മൾ വേഗം അവിടുന്ന് ആൻറ്റീൻ്റെ ചീത്ത എല്ലാം കേട്ട് നമ്മൾ വേഗം മോൾക്ക് പോയിട്ട് നമുക്ക് വെക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കണം.